ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. മകളെ, ഈ തിരുഹൃദയ തിരുനാളിൽ ഈശോ നമ്മെ കാണുവാൻ, നമ്മുടെ കുടുംബത്തെ കാണുവാൻ, നമ്മുടെ സങ്കടങ്ങൾ അറിയുവാൻ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇതാ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശുവിലേക്കൊന്ന് നോക്കിയേ. ആ ഈശോ ഓരോ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്, ഓരോ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഇന്നോളം ജെറൂസലം പ്രയർ ലൈൻ സംബന്ധിച്ചിട്ടുള്ള സർവ്വ മക്കളുടെ കുടുംബങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരികയാണ്. നീ ക്ഷീണിച്ചാണോ ഇരിക്കുന്നത്? നിന്റെ ക്ഷീണം മാറ്റാൻ കർത്താവ് വരുന്നു. നീ കരഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത്? നിന്റെ കണ്ണീര് തുടയ്ക്കാൻ ഈശോയുടെ ഹൃദയം ത്രസിക്കുന്ന ഹൃദയവുമായി കടന്നു വരികയാണ്. ഇന്ന് നമുക്ക് തരുന്ന വചനം എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ശ്രദ്ധിച്ചോ മക്കള്? സ്വർഗീയമായ എല്ലാ വരങ്ങളും തരാൻ വേണ്ടിയിട്ടാണ് ഈ തിരുഹൃദയ നാളിൽ ഈശോ എൻ്റെ അടുത്ത്, എൻ്റെ വീട്ടിലിപ്പോൾ വന്നിരിക്കുന്നത്. സ്നേഹിക്കാൻ, സഹായിക്കാൻ, നിന്നെ ശക്തിപ്പെടുത്താൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ എല്ലാ സ്വർഗീയ വരങ്ങളും നൽകിക്കൊണ്ടാണ് ഈശോ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കണ്ടേ? ആ കർത്താവിനെ നമുക്ക് ആരാധിക്കണ്ടേ? ആ കർത്താവിനോട് നമുക്ക് നന്ദി പറയണ്ടേ? നമുക്ക് ആയിരിക്കുന്ന സ്ഥലത്ത് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കാം. നമുക്ക് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ യേശുവേ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം,
യേശുനാഥ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥൻ, ഈശോയുടെ തിരുഹൃദയം നമ്മുടെ കോട്ടയാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. നീ യേശുവിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിയേ. ഓർമ്മിക്കുന്നില്ലേ? ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും മുള്ളുകൊണ്ടുള്ള ഒരു വലയം. എന്നെ സ്നേഹിക്കാൻ, നമ്മെ സ്നേഹിക്കാൻ വേണ്ടി അവിടുന്ന് ഏറ്റെടുത്ത വേദനകളാണ്. ഈശോ ആരെയും തള്ളിക്കളയുന്നില്ല. ആ കർത്താവാണ് ഈ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പല കുറവുകളും നമുക്കുണ്ടാകാം, അല്ലേ? ആ കർത്താവിൻ്റെ സ്നേഹവലയത്തിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ഒരു മരിച്ച മനുഷ്യനെ പോലെയാണല്ലോ നീ ഇരിക്കുന്നത്. നിന്റെ സന്തോഷം ആരാ തട്ടിക്കൊണ്ടുപോയത്? നിനക്കെന്തേ ആത്മീയമായി വളരാൻ പറ്റുന്നില്ലേ? വേർപാടിൻ്റെ ദുഃഖത്തിലാണോ നീ? കടക്കെണികളാണോ? എന്ത് ചെയ്തിട്ട് ഒരു പുരോഗതിയില്ലാത്ത അവസ്ഥയാണോ? ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുക. നിനക്കൊരു വീടില്ലാത്തതിൻ്റെ വിഷമമാണോ? ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദനയാണോ? നിന്റെ മക്കളൊന്നും ശരിയാകുന്നില്ല വേദനയാണോ? യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്കൊന്ന് കൊടുത്തുകൂടെ? ആ തിരുഹൃദയം നമ്മെ നോക്കി നമ്മെ മാടി വിളിക്കുന്നത് കാണുന്നില്ലേ? ആ ഹൃദയം നമുക്ക് വേണ്ടി ത്രസിക്കുന്നത് കാണുന്നില്ലേ? ആ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ സന്തോഷങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ ദുഃഖങ്ങൾ കൊടുത്താൽ മാത്രം പോരാ. നമ്മുടെ ഏറ്റവും മാരകമായ, ഏറ്റവും ചെറുതും വലുതുമായ പാപവും പാപ സാഹചര്യങ്ങളും കർത്താവിൻ്റെ ആ ഹൃദയത്തിലേക്ക് വിട്ടുകൊടുത്താൽ അതിനെ രൂപാന്തരപ്പെടുത്തി നമുക്ക് തരുന്നവനാണ് ഈശോയുടെ തിരുഹൃദയം. എത്രയോ നാള് നമ്മുടെ വീടുകളിൽ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്നു, അല്ലേ? എൻ്റെ ഹൃദയം യേശുവിന് പൂർണ്ണമായി സമർപ്പിച്ചോ? ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്ന് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു. എൻ്റെ സ്നേഹാദിരാജനല്ലേ യേശു? ആ സ്നേഹാദിരാജൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാറില്ലേ? ഇന്ന് ഈ തിരുഹൃദയ തിരുനാൾ ദിവസം നീ ചോദിക്കുന്നത് മുഴുവൻ നിനക്ക് തരും. നിന്റെ കണ്ണുനീരിൻ്റെ ചരിത്രത്തിലേക്ക് അവിടുന്ന് കടന്നു വരും. നിന്റെ ദുഃഖത്തിൻ്റെ ചരിത്രത്തിലേക്ക് അവിടുന്ന് കടന്നു വരും. നിന്റെ വേർപാടിൻ്റെ വേദനയിലേക്ക് കടന്നു വരും. നിന്റെ സ്വർഗീയമായ വരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒരു തിരുഹൃദയ പൂന്തോട്ടമാക്കി മാറ്റാൻ യേശു ഈ തിരുഹൃദയ നാളിൽ വിളിക്കുകയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പാം. ആ യേശുവിൻ്റെ പക്കലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ മറന്നുപോയ നിമിഷങ്ങളുണ്ട് കർത്താവേ. ഇതാ നിന്റെ പക്കലേക്ക് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, സ്വദേശങ്ങളിലും വിദേശങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സർവ മക്കളുടെയും ഏറ്റവും നിസ്സാരമായ നിയോഗങ്ങളും ഏറ്റവും വലിയ നിയോഗങ്ങളും ഏറ്റവും ചെറിയതായ പ്രലോഭനങ്ങളും വലിയ പ്രലോഭനങ്ങളും നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, നിന്നോടല്ലാതെ ആരോടാണ് ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ദുഃഖം, ഞങ്ങളുടെ വേദന പങ്കുവെക്കാൻ സാധിക്കുക? ആ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പണം ചെയ്യാം. സാധിക്കുമെങ്കിൽ നമുക്ക് കരങ്ങളൊന്ന് ഉയർത്താം. ആ തിരുഹൃദയ തണലിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ആ തിരുഹൃദയ തണലിൽ അവിടെ രക്ഷയുണ്ട്, അവിടെ അഭിഷേകമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്നേഹിതനായ കർത്താവുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 യേശുവേ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടും ആത്മാവിൽ നീ
തിരുഗീതം പോലെ ഇന്നും തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടുമാത്മാവിൽ ഞാൻ തിരുഗീതം പോലെ എന്നും ആരാധന 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 ഓ സ്നേഹമേ ആരാധന ദിവ്യ കാരുണ്യമേ